ആർടി വണ്ടിയല്ലേ? ഇത് നോൺ ആർടി വണ്ടിയാണ്. ഹെൽമെറ്റ് ഇതില് നമുക്ക് ഹെൽമെറ്റ് നമ്മുടെ സേഫ്റ്റിക്ക് പിന്നെ നമുക്ക് ഇൻഷുറൻസ് കൊടുക്കാം. ഈ വണ്ടി നമുക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് നിർബന്ധമല്ല നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. അതായത് നമുക്ക് എന്തെങ്കിലും ക്ലെയിമോ നഷ്ടമോ നമ്മുടെ കയ്യിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഇതിൽ ക്ലെയിം ചെയ്ത് ഫുൾ കവറേജ് ആണ്. വണ്ടിക്ക് 1 വർഷം ഫുൾ കവറേജ് ആണ്. നമുക്ക് വണ്ടിക്ക് നമ്മൾ തേർഡ് പാർട്ടി എവർക്കും നമുക്ക് ഇൻഷുറൻസ്. അതും കൂടി നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. നമ്മൾ അങ്ങനെയാണ് ഈ വണ്ടി കൊടുക്കും. ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കാനേ നമ്മൾ പറയും. പെട്രോൾ ഡീസൽ വണ്ടികളുടെ കാലം കഴിഞ്ഞു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ സർക്കാരുകൾ വരെ ഇലക്ട്രിക് വണ്ടികളാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സബ്സിഡി കൊടുക്കുന്നുണ്ട്, ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ തന്നെ ഇലക്ട്രിക്കിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഇപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പേരൂർക്കടയിലെ വട്ടിയൂർക്കാവ് റോഡിലുള്ള ഒരു ഷോറൂമിലാണ്. നമുക്ക് ഇലക്ട്രിക് വണ്ടികളിൽ തന്നെ പലതരം വെറൈറ്റികളുണ്ട്. അതിൽ തന്നെ വരുന്നതാണ് നോൺ ആർടിഒ വണ്ടികൾ. ആ വണ്ടികളെ പറ്റിയുള്ള വിശേഷങ്ങൾ നമുക്കൊന്ന് അന്വേഷിച്ചു. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് വണ്ടീസ് ആണുള്ളത്. ബൈക്കുകൾ ഉൾപ്പെടെ നോൺ ആർടിഒ വെഹിക്കിൾസ് ഉണ്ട്. ഈ നോൺ ആർടിഒന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ ലൈസൻസ് എന്ന് പറയുന്ന സാധനമേ വേണ്ട. ഒരു 16 വയസ്സായ ഒരു വ്യക്തിക്ക് മുതൽ അങ്ങ് 50 വയസ്സും 60 വയസ്സും ഉള്ളവർക്ക് വരെ അത് ഓടിക്കാവുന്നതാണ്. ലൈസൻസ് വേണ്ട, ഇൻഷുറൻസ് വേണ്ട, ഒന്നും തന്നെ വേണ്ട. ലൈസൻസ് ഇല്ലാത്തവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ് നോൺ ആർടിഒ വെഹിക്കിൾസ്. അതിന്റെ മൈലേജ് എത്രയാണ് എന്നുള്ളത്, എത്ര സ്പീഡ് വരെ പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റിയൊന്നും എനിക്ക് വലിയ ധാരണയില്ല. എന്തായാലും അതിനെ പറ്റിയുള്ളത് നമുക്കൊന്ന് ഇവിടുത്തെ ആൾക്കാരോട് തന്നെ ചോദിച്ചു നോക്കാം. ഇവിടെ നമ്മുടെ കൂടെ ഉള്ളത് ശൈലേഷ് ചേട്ടനാണ്. ശൈലേഷ് ചേട്ടനോട് നമുക്കത് ചോദിക്കാം. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ശൈലേഷ് ചേട്ടാ, നമസ്കാരം. ഇത് എങ്ങനെയാണ്? നോൺ ആർടിഒ വെഹിക്കിൾസ് ആണ്. നോൺ ആർടിഒ വെഹിക്കിൾസ് ആണ്. ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക്, ലൈസൻസ് ഇല്ലാത്ത, പ്രായപരിധി ഇല്ലാത്ത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്കും ഓടിക്കാവുന്നതാണ്. സിംഗിൾ ചാർജിൽ 60 കിലോമീറ്റർ മുതൽ 120 കിലോമീറ്റർ വരെ കിട്ടുന്ന പല വേരിയൻസ് ഉണ്ട്. കമ്പനി ഏതാണ്? ഇത് ഗുജറാത്ത് ബേസ്ഡ് AW എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇത് 100% ഇന്ത്യൻ ആണ്. ഫുൾ നട്ട് ആൻഡ് ബോൾട്ട് മുതൽ കംപ്ലീറ്റ് സാധനങ്ങൾ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. എല്ലാ പാർട്സും എപ്പോഴും അവൈലബിൾ ആണ്. സർവീസ് അവൈലബിൾ ആണ്. ഇതിപ്പോ നമ്മുടെ ഈ വണ്ടിയുടെ വാറണ്ടി പീരീഡ് എന്ന് പറയുന്നത് 1 വർഷം മുതൽ 7 വർഷം വരെയുള്ള വാറണ്ടി പീരീഡ് ഉണ്ട്. ബാറ്ററി ടൈപ്സ് എന്ന് പറയുന്നത് ലെഡ് ഗ്രാഫൈൻ ബാറ്ററി, ലിഥിയം അയോൺ ബാറ്ററി, ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി. കസ്റ്റമറിന്റെ ഓപ്ഷൻസിനനുസരിച്ചിട്ട് അത് മാറ്റിയെടുക്കാവുന്നതാണ്. ഇതിനകത്ത് ഇപ്പൊ ഈ വരുന്നത് ഇലക്ട്രോൺ എന്ന് പറയുന്ന മോഡലാണ്. ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് 3 കളേഴ്സ് ഉണ്ട്. ചെറി റെഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഇതാണ് ഈ ഇലക്ട്രോൺ എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചുള്ള ഇതെന്ന് പറയുന്നത്. മാക്സിമം സ്പീഡ് 25 കിലോമീറ്റേഴ്സ് ആണ്. ക്ലൈംബിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏതൊരു തരം കയറ്റവും ഒരാളിനെ വെച്ച് വളരെ കംഫർട്ടബിൾ. സിറ്റിക്കകത്തുള്ള എല്ലാ റോഡുകളിലും കൂടെ വളരെ സ്മൂത്ത് ആയിട്ട് പോകാം. അതിന് ചുറ്റിയുള്ള കയറ്റങ്ങളിലും വളരെ ക്ലിയർ ആയിട്ട് തന്നെ വണ്ടി കയറി പോകും. യാതൊരു ബുദ്ധിമുട്ടുകളില്ല. കയറി പോകാൻ കപ്പാസിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. ലെവൽ റോഡുകളിൽ 2 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് 150 കിലോഗ്രാം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരുവിധമുള്ള കയറ്റങ്ങളിൽ 150 കിലോഗ്രാം കയറും. കയറ്റത്തിന്റെ സ്റ്റീപ്നെസ് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് കുറയും എന്ന് മാത്രം. ഇതിപ്പോ മാർക്കറ്റിൽ വന്നതിന് ശേഷം എന്തെങ്കിലും കംപ്ലൈന്റ്സോ കാര്യങ്ങളോ കസ്റ്റമേഴ്സിന്റെ ഇതുവരെയുള്ള അത് ഞങ്ങളിപ്പം വണ്ടിയുടെ ഗുണങ്ങളെ പറ്റി ഞങ്ങൾ പറയുന്നതിനേക്കാൾ വളരെ നല്ലത് എന്ന് കസ്റ്റമേഴ്സ് തന്നെ പറയുന്നതായിരിക്കും. ഞങ്ങളുടെ ഏത് കസ്റ്റമറിന്റെ നമ്പർ വേണോ, ഞങ്ങൾ ഏത് പാതിരാത്രിക്ക് വേണോ നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ തരാൻ തയ്യാറാണ്. സോ ലെറ്റ് ദ കസ്റ്റമർ സ്പീക്ക് ഫോർ ദ വെഹിക്കിൾ. ഞങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത്. ഞങ്ങൾ സെലേഴ്സ് എന്ന രീതിയിൽ ഞങ്ങളിപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുള്ളൂ. പക്ഷേ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് വളരെ ഹാപ്പിയാണ്, വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സക്സസ്. കഴിഞ്ഞ 7 മാസമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സും തന്നെ ഹാപ്പിയാണ്. ഇത് ബേസ് മോഡലാണ്. ഇത് ലെഡ് ഗ്രാഫൈൻ ബാറ്ററിയാണ്. 1 ഇയർ ആണ് വാറണ്ടി. ഇത് 60 കിലോമീറ്റേഴ്സ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് പറയുന്നത് അവർക്ക് 75 മേളിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്നാൽ തന്നെ ഞങ്ങളുടെ ക്ലെയിം എന്ന് പറയുന്നത് 60 കിലോമീറ്റേഴ്സ് ആണ്. ഇതിന്റെ വില എന്ന് പറയുന്നത് 56,000 റുപ്പീസ് ആണ്. 56,000 രൂപയാണ്. വിത്ത് ഓൾ ഫിറ്റിംഗ്സ്, മിറേഴ്സ് വരും, ചാർജർ വരും, ബാക്കിലത്തെ കരിയർ അടക്കം 56,000 രൂപയാണ് ഇതിന്റെ വില. ഇതിന്റെ ലിഥിയം അയോൺ ബാറ്ററി 1 ഇയർ വാറണ്ടി ഉള്ളവരാണ് 61,000 രൂപ. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി 3 ഇയർ വാറണ്ടി 7 ഇയേഴ്സ് വരെ കംഫർട്ടബിൾ ആയിട്ട് ഓടുന്ന 2500 സൈക്കിൾസ് ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ ബാറ്ററിയാണ്. അതിന്റെ വില എന്ന് പറയുന്നത് 82,000 രൂപ. ഇതെന്താണ് സംഭവം? ഇതാണ് ഇതിന്റെ MCB എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യുന്ന ഓൺ ചെയ്യുന്ന പോലെ തന്നെ ഈ MCB ഓഫ് ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സിസ്റ്റംസ് ഒന്നും ഫംഗ്ഷൻ ആവില്ല, ഓൺ ആവില്ല.
ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ശേഷം മാത്രമേ ഇതിനകത്തുള്ള സപ്ലൈ വരുന്നുള്ളൂ. ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന ബേസിക്കലി ഒരു സപ്ലൈ. എഞ്ചിൻ ഓൺ ആക്കും ഓഫ് ആക്കും പോലെ. അതെ. ഇതാണ് ഇതിന്റെ ഡിസ്പ്ലേ സിസ്റ്റം എന്ന് പറയുന്നത്. ബാറ്ററി ചാർജ് കാണിക്കുന്നു. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാർക്കിംഗ് മോഡിലാണ് വരുന്നത്. അതിനകത്ത് നമ്മൾ ഡ്രൈവ് സ്വിച്ചിലോട്ട് പോകുമ്പോൾ മാത്രമേ അത് ഇതിലോട്ട് വരുന്നുള്ളൂ, ഡ്രൈവിലോട്ട് വരുന്നുള്ളൂ. സർവീസ് നമുക്ക് എവിടെ ചെയ്യാൻ സാധിക്കും? സർവീസ് സെന്റർ, സ്പെയർസ് എല്ലാം നമ്മുടെ തന്നെ സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ജെയ്സിന്റെയും ഇതിന്റെയും രണ്ടിന്റെ കംപ്ലീറ്റ് സർവീസസും വാറണ്ടിയും എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. സ്റ്റോക്സ് എല്ലാം ഉണ്ട്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏകദേശപ്പെട്ട ഡൗട്ടുകളെല്ലാം ക്ലിയർ ആയി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങളൊരു ഇലക്ട്രിക് വാഹന ഉപഭോക്താവാണോ അല്ലെങ്കിൽ ഒരു നോൺ RTO വണ്ടി ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ക്യാമറമാൻ അഖിൽ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.